സാധാരണ നമ്മൾ സ്കൂളിൽ ഇംഗ്ലീഷ്, മാത്സ്, സോഷ്യൽ, സയൻസ് ഇങ്ങനത്തെ ഒക്കെ അല്ല പഠിക്കല്. പക്ഷെ ജപ്പാനിൽ അത് മാത്രമല്ല കേട്ടോ. ഇവിടെ നമുക്ക് ലൈഫിൽ എന്ത് വേണം അതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ആ സബ്ജക്റ്റാണ് കേട്ടോ ഹോം എക്കണോമിക്സ്. അപ്പം ഇതിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് പേപ്പർ കിട്ടിട്ടോ. ഇത് പക്ഷെ നിങ്ങൾ കാണുന്ന മാതിരി എഴുതൽ മാത്രമൊന്നുമല്ല കേട്ടോ. ഞങ്ങൾക്കിത് പ്രാക്ടിക്കലായി ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ നോക്കണം. അരി കഴിക്കുന്ന രീതി, അതിൽ എത്ര വെള്ളം ഒഴിക്കണം, അതിന് എത്ര തീ വേണമെന്നുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഫുഡിന് 3 തരമായിട്ടാട്ടോ വേർതിരിക്കണത്. അത് റെഡ്, യെല്ലോ, ഗ്രീൻ ആണ്. കാർബോഹൈഡ്രേറ്റ്, വിറ്റാമിന്, പ്രോട്ടീന്. ഈ ഡയറ്റ് പ്ലാൻ അനുസരിച്ചിട്ട് കേട്ടോ നമുക്ക് ഇവിടെ ഫുഡ് ഉണ്ടാവല്. ബാലൻസ്ഡ് ഫുഡാണ് കേട്ടോ. ഈ ചുവപ്പ് വട്ടങ്ങൾ കണ്ട് നട്ടണ്ട കേട്ടോ. ഇവിടെ ജപ്പാനിൽ ശരി വട്ടത്തിലാണ് ഇടല്. അപ്പൊ സ്കൂളിൽ ഉണ്ടാക്കിയ ഫുഡ് ഉമ്മച്ചക്കും ഉപ്പച്ചക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്ടാക്കുക കേട്ടോ. ഓരോ സാധനങ്ങൾ എങ്ങനെ കട്ട് ചെയ്യണം, കത്തി എങ്ങനെ പിടിക്കണം എന്നൊക്കെ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇത് റാഡിഷ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന മിസോ സൂപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടി മിസോ പേസ്റ്റ്, പിന്നെ സ്പ്രിംഗ് ഓണിയന്, പിന്നെ ഇവിടെ ഉള്ളൊരു ഫ്രൈഡ് തോഫു, പിന്നെ ഉണക്ക മീനുമാണ് കേട്ടോ. ഈ മീൻ ഉപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഫിഷിലെ തലയും വയറിൻ്റെ ഭാഗ്യം ഒഴിവാക്കണം കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. നമ്മൾ മിസോ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ അതിലിട്ടാൽ ഇതിന് ഭയങ്കര കയ്പാവും കേട്ടോ. സൂപ്പിന് വേസ്റ്റ് അല്ലേ. പക്ഷെ ഇത് ജപ്പാൻകാർ സാധാ മരുത്തുന്നു കേട്ടോ, വെറുതെ. ഇപ്പം ഞാൻ ഇട്ടണ ഈ ആപ്രോൺ ഉണ്ടല്ലോ, ഇതും ഞങ്ങൾ ഹോം എക്കണോമിക്സിൽ സ്റ്റിച്ച് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പം ചോറുണ്ടാക്കുന്നത് മുത്തുമോളാണ് കേട്ടോ. നമ്മളിവിടെ റൈസ് കുക്കറിലാണ് കേട്ടോ ചോറുണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത് കഴുകി നേരെ റൈസ് കുക്കറിൽ ഓണാക്കിയാൽ മതി. പണി കഴിഞ്ഞാലും അപ്പം തന്നെ പാത്രം കഴുകി കേട്ടോ. കാരണം എന്താ വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ ലാസ്റ്റേ ഇരട്ടിപ്പണിയാവും. അപ്പൊ ഞങ്ങള് ആദ്യം തന്നെ ഞാൻ കത്തിയും ഇതൊക്കെ കഴുകി വെച്ച. ആദ്യം തന്നെ നമ്മള് വെള്ളത്തിൽ മീനിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് 5 മിനിറ്റാണ് ടൈം. വേവാൻ കുറച്ച് നേരം എടുക്കുമല്ലോ. നമ്മൾ ആദ്യം ഈ കട്ടി കൂടുതൽ ഇട്ടിട്ട് ഏകദേശം അതൊന്ന് വെന്ത് നാവുമ്പോഴാണ് ബാക്കിയുള്ളതൊക്കെ കേട്ടോ. അപ്പൊ ആദ്യം റാഡി ഇപ്പൊ കാണുമ്പോൾ ഇതിനൊരു കളറും ഇല്ലല്ലോ. ഇതിന് നമ്മള് ഇത് വെന്ത് പച്ചക്കറിയൊക്കെ വെന്തിട്ട് മിസോ ഇടും. അപ്പോഴാണ് ഇതിൻ്റെ ആ കളർ ഇങ്ങോട്ട് വരിക കേട്ടോ. ഇത് തളിച്ച് കഴിഞ്ഞാൽ കുറച്ച് മിസോ പേസ്റ്റ് ഇതിലേക്ക് ചേർക്കും കേട്ടോ. മുത്തുമോൾക്ക് കോണ് നല്ല ഇഷ്ടമാണ്. കൊണ്ട് ഓള് കോണും കൂടി കുക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കാർട്ടൂൺ കാണാൻ നിന്നപ്പോഴേ നേരം പോയത് അറിഞ്ഞില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കിന്ന് ടൂർണമെന്റ് ഉള്ളതാണ്. അതുകൊണ്ട് ഞാൻ വേറെ റെഡിയായി. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ചുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റം എങ്ങനെയുണ്ട്? വെറും പുസ്തകത്തിലുള്ളത് മാത്രമല്ല, നമ്മുടെ ജീവിതം കൂടി പഠിക്കുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ല വിദ്യാഭ്യാസം. ഇവിടെ കിൻഡർ ഗാർഡൻ മുതൽ തന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കുട്ടികളെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യൂ.